നമുക്കറിയാം പ്രിന്റർ സെഗ്മെന്റിലെ രാജാവാണ് HP എന്ന് പറയുന്ന ബ്രാൻഡ്. അതുപോലെ തന്നെ എല്ലാ സൈസിലെ ബിസിനസ്സുകളുടെയും പ്രിന്റിംഗ് സൊല്യൂഷനിന്റെ ലീഡർ കൂടിയാണ് HP. മോണോക്രോം, അതുപോലെ കളർ, ലേസർ ജെറ്റ്, ഡുപ്ലെക്സ്, ഹൈ സ്പീഡ് പ്രിന്റേഴ്സ് ആയിട്ടുള്ള നിരവധി വൈഡ് റേഞ്ച് ഓഫ് പ്രിന്ററുകൾ HP എന്ന ബ്രാൻഡ് പുറത്തിറക്കുന്നുണ്ട്. അത്തരത്തിൽ HP എന്ന ബ്രാൻഡ് പുതുതായി പുറത്തിറക്കിയിരിക്കുന്ന HP കളർ ലേസർ ജെറ്റ് പ്രോ MFP 3303 SDW എന്ന് പറയുന്ന പ്രിന്ററാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. നിരവധി പ്രത്യേകതകളാണ് ഈ ഒരു പ്രിന്ററിനുള്ളത്. നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല പ്രോഡക്റ്റുകളാണ് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ഓരോ ദിവസം പരിചയപ്പെടുന്നത്. അത്തരത്തിൽ ഒരു വ്യത്യസ്തമായ മറ്റൊരു പ്രോഡക്റ്റാണ് HPയുടെ ഈ ഒരു ലേറ്റസ്റ്റ് ലേസർ ജെറ്റ് പ്രിന്റർ. ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫാസ്റ്റ് പ്രിന്റിംഗ് ആണ്. അതായത് നമുക്ക് വെറും 1 മിനിറ്റിനുള്ളിൽ തന്നെ 25 കളർ പേജുകൾ പ്രിന്റ് ചെയ്ത് മറിക്കാൻ ഈ ഒരു പ്രിന്ററിനകത്ത് സാധിക്കും എന്നുള്ളത് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആണ്. മാത്രമല്ല ഓട്ടോ ഡുപ്ലെക്സ് എന്ന ഫീച്ചറും ഈ ഒരു പ്രിന്ററിനകത്തുണ്ട്. അതായത് നമുക്ക് ഒരു പേജിന്റെ തന്നെ 2 പുറവും നമുക്ക് പ്രിന്റ് എടുക്കണമെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാൻ സാധിക്കും. സാധാരണ നമുക്ക് ഒരു 12 പേപ്പറുകളിൽ 2 പുറങ്ങളായിട്ട്, അതായത് 24 പുറങ്ങളായിട്ട് പ്രിന്റ് എടുക്കണമെങ്കിൽ സാധാരണ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ആ 12 പേജുകളുടെയും ഒരു സൈഡ് ആദ്യം പ്രിന്റ് അടിച്ച് മാറ്റും. എന്നിട്ട് ആ 12 പേജ് എടുത്ത് തിരിച്ച് വീണ്ടും നമ്മൾ പ്രിന്ററിലേക്ക് ലോഡ് ചെയ്ത് മറ്റേ പുറം നമ്മൾ പ്രിന്റ് ചെയ്യും. എന്നാൽ ഇതിനകത്ത് ഓട്ടോ ഡുപ്ലെക്സ് മോഡ് കൊടുത്തിരിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട. ഡബിൾ സൈഡ് പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പേജ് പ്രിന്റ് ഇങ്ങോട്ട് വന്നതിന് ശേഷം ഈ പ്രിന്റർ തന്നെ ആ പേജിനെ തിരിച്ചെടുത്തുകൊണ്ട് അതിൻ്റെ മറ്റേ പുറത്തും പ്രിന്റ് ചെയ്ത് നമുക്ക് പേപ്പർ തിരിച്ചു തരും. നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മൾ കമാൻഡ് കൊടുത്താൽ മാത്രം മതി ഡബിൾ സൈഡ് പ്രിന്റിങ്ങിന്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ട് പ്രിന്റിങ് സാധ്യമാണ്. നമ്മൾ അതിൻ്റെ പിന്നിൽ കിടന്ന് മെനക്കെടേണ്ട കാര്യമില്ല. സാധാരണ പ്രിന്റർ ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. നമ്മളെ ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് സാധാരണ ചില പ്രിന്ററുകൾ. പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ ഒരു ഹാസൽ ഫ്രീ ആയിട്ടുള്ള, ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത തരത്തിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രിന്ററാണ് HPയുടെ ഈ ഒരു കളർ ലേസർ ജെറ്റ് പ്രോ MFP 3303 SDW എന്ന് പറയുന്ന ഈ ഒരു പ്രിന്റർ. അപ്പോൾ ഈ ഒരു പ്രിന്ററിന് ഡുപ്ലെക്സ് പ്രിന്റിംഗ്, അതായത് ഡബിൾ സൈഡ് പ്രിന്റിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുമെന്ന് പറഞ്ഞല്ലോ. അത് കളർ മോഡിലും നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും. ഇനി മോണോക്രോം മോഡിലും ആ രീതിയിൽ ഈ ഒരു ഓട്ടോമാറ്റിക് ഡുപ്ലെക്സ് രീതിയിൽ നമുക്ക് ഇതിനകത്ത് പ്രിന്റ് ചെയ്യാൻ സാധിക്കും. പ്രിന്റിങ്, സ്കാനിങ്, കോപ്പി തുടങ്ങിയവയൊക്കെ വളരെ നിഷ്പ്രയാസം നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഇത്തരത്തിൽ ഒരു 3-in-1 പ്രിന്ററാണ് ഇത്. അതായത് പ്രിന്റ് ചെയ്യാനും സ്കാനറായിട്ടും അതുപോലെ ഫോട്ടോ കോപ്പി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോപ്പിംഗ് മെഷീനായിട്ടും നമുക്ക് ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കാം. ഈ ഒരു പ്രിന്ററിന്റെ മറ്റൊരു ഫീച്ചറാണ് വൈഫൈ റിലയബിൾ കണക്ഷൻ. അതായത് ഈ ഒരു പ്രിന്റർ വൈഫൈ എനേബിൾഡ് ആണ്. നമുക്ക് വൈഫൈയിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. അതിന്റെ ഗുണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു വൈഫൈ റിലയബിൾ കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈഫൈ നെറ്റ്വർക്ക് എന്തെങ്കിലും ഡിസ്കണക്ട് അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നീട് അത് ഈ ഒരു പ്രിന്റർ ഓട്ടോമാറ്റിക് ആയിട്ട് ആ വൈഫൈ കണക്ഷൻ കൃത്യമായി റീകണക്ട് ഒക്കെ ചെയ്തോളും. നമ്മുടെ വീട്ടിലെ വൈഫൈയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെ നിഷ്പ്രയാസം ഈ ഒരു റീകണക്ഷൻ വഴി ഈ ഒരു പ്രിന്റർ പരിഹരിക്കും. അപ്പോൾ ഈ ഒരു വൈഫൈ എനേബിൾഡ് പ്രിന്റർ ആയതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് റിമോട്ട്ലി എവിടെ ഇരുന്ന് വേണമെങ്കിലും പ്രിന്റ് എടുക്കാൻ സാധിക്കും. അതായത് HP പ്രിന്ററിന്റെ കമ്പാനിയൻ ആപ്പ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരുന്നാൽ പോലും നമുക്ക് ആ മൊബൈൽ ഫോണിലുള്ള ഡോക്യുമെന്റുകളോ ഫോട്ടോസോ ഒക്കെ ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നും ഇന്റർനെറ്റ് സൗകര്യം ഫോണിൽ ഉണ്ടായാൽ മതി നമുക്ക് പ്രിന്റ് എടുക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ പ്രിന്റർ ഇരിക്കുന്നിടത്ത് വൈഫൈ ഉണ്ടെങ്കിൽ ആ വൈഫൈയും പ്രിന്ററും കൂടെ കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ലോകത്തിന്റെ എവിടെ ഇരുന്ന് വേണമെങ്കിലും മൊബൈൽ വഴി പോലും നമുക്ക് പ്രിന്റ് എടുക്കാം എന്നുള്ളതും ഈ ഒരു പ്രിന്ററിന്റെ മറ്റൊരു സവിശേഷതയാണ്. പ്രോ ലെവൽ സെക്യൂരിറ്റി ആണ് മറ്റൊരു ഫീച്ചർ. അതായത് നമ്മളുടെ പല ഡേറ്റകളും ഈ ഒരു പ്രിന്റർ വഴി നമ്മൾ പ്രിന്റ് എടുക്കുകയും സ്കാൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. അതിന്റെ ഡേറ്റ സെക്യൂരിറ്റി അത് HPയുടെ ഈ പറഞ്ഞ പ്രോ ലെവൽ സെക്യൂരിറ്റി വഴി ഈ ഒരു പ്രിന്റർ സമ്മാനിക്കും. അതായത് നമ്മുടെ ഡേറ്റ ഒരു തരത്തിലും ഈ ഒരു പ്രിന്റർ വഴിയൊന്നും പുറത്തു പോകില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാനാകും. മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് എനർജി എഫിഷ്യന്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്രിന്റർ നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് കറണ്ടോ ഒന്നും ചിലവാകത്തില്ല. മാത്രമല്ല എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു കളർ ക്വാളിറ്റി, നമ്മൾ പ്രിന്റ് എടുക്കുന്നതിന്റെ ആ ഒരു ക്വാളിറ്റി, എല്ലാ പ്രിന്ററുകളും മികച്ച ക്വാളിറ്റിയിൽ പ്രിന്റ് തരണമെന്നൊന്നുമില്ല. അസമയം ഇതിനകത്ത് കളർ പ്രിന്റ് എടുത്താൽ പോലും നല്ല ക്വാളിറ്റി പ്രിന്റ് ആണ് നമുക്ക് വരുന്നത്. ഒരു ഫോട്ടോ പേപ്പറൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ലോഡ് ചെയ്യുന്നതെങ്കിൽ ഫോട്ടോ നമ്മൾ സ്റ്റുഡിയോയിൽ നിന്നൊക്കെ എടുക്കുന്ന തരത്തിലുള്ള ക്വാളിറ്റി പ്രിന്റ് നമുക്ക് ഇതിനകത്ത് പ്രിന്റ് ചെയ്യാം. ലീഫ്ലെറ്റുകൾ, വെഡിങ് ലെറ്ററുകൾ, അങ്ങനെ നമുക്ക് വേണ്ടുന്ന എന്ത് കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്ന പേപ്പറിന്റെ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. നല്ല കിഡിലൻ ക്വാളിറ്റി പ്രിന്റുകൾ തന്നെ നമുക്ക് ഈ ഒരു പ്രിന്റർ ഉപയോഗിച്ചുകൊണ്ട് ലഭിക്കും. ഞാൻ അത്തരത്തിൽ ഈ ഒരു പ്രിന്റർ ഉപയോഗിച്ചുകൊണ്ട് എടുത്തൊരു പ്രിന്റാണ് ഇത് ഇപ്പോൾ ഈ കാണുന്നത്. ഹൈ ക്വാളിറ്റി പ്രിന്റിംഗ് തന്നെയാണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പോൾ ഈ ലേസർ ജെറ്റ് കൂടി ആയതുകൊണ്ട് തന്നെ പ്രിന്റിംഗ് വളരെ ഫാസ്റ്റ് ആണ് ഈ ഒരു പ്രിന്ററിൽ എന്ന് പറയേണ്ടി വരും. കോമ്പാക്ട് ഡിസൈൻ ആണ്. സാധാരണ നമ്മൾ ചില ഫോട്ടോ കോപ്പിംഗ് സെന്ററുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇരിക്കുന്ന പ്രിന്ററുകൾ വലിയ സൈസാണ്. എന്നാൽ അതിൻ്റെക്കാളും ഒക്കെ എഫിഷ്യൻസി ഉള്ള ഈ ഒരു പ്രിന്റർ വളരെ കോമ്പാക്ട് സൈസിലാണ് HP തയ്യാറാക്കിയിരിക്കുന്നത്. നിരവധി പ്രൊഡക്ടിവിറ്റി അഡ്വാൻസ്ഡ് ഫീച്ചറുകൾ ഈ ഒരു പ്രിന്ററിന് നൽകിയിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മളൊരു ബുക്ക് സ്കാൻ ചെയ്യാണെന്നിരിക്കട്ടെ, അപ്പോൾ അതിനകത്തുള്ള ആ ടെക്സ്റ്റും ഇമേജസും ഒക്കെ ഓട്ടോ കറക്ഷൻ ചെയ്യും ഈ ഒരു പ്രിന്ററിനുള്ളിലെ സ്കാനർ വഴി. അതായത് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ അതിന്റെ ആ
ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടോ കറക്ഷൻ ഇന്റേണലി ഇത് നടത്തുമെന്ന് ചുരുക്കം. അതുപോലെ തന്നെ നമ്മൾ ടെക്സ്റ്റ് ഒക്കെ സ്കാൻ ചെയ്താൽ അത് PDF ആയിട്ടും അതും റീഡബിൾ ഡോക്യുമെന്റ് ആയിട്ട് അതുപോലെ വേർഡ് ഫയലായിട്ടും ഒക്കെ സേവ് ചെയ്യുന്ന തരത്തിൽ ആ ടെക്സ്റ്റിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാവുന്ന തരത്തിൽ ആയിരിക്കും ഇത് സ്കാൻ ചെയ്തെടുക്കുന്നത്. അതായത് വെറുതെ ഒരു ഫോട്ടോ പോലെ അല്ല സ്കാൻ ചെയ്യുന്നതെന്ന് അർത്ഥം. ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് സ്കാൻ ചെയ്താൽ പോലും ആ ടെക്സ്റ്റ് റീഡബിൾ ആക്കി മാറ്റി തരും. PDF നിന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. വേർഡ് ഡോക്യുമെന്റ് ആയിട്ട് മാറ്റി ആ ടെക്സ്റ്റിനെ കംപ്ലീറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ആ രീതിയിലൊക്കെ ഈ ഒരു പ്രിന്ററും സ്കാൻ ചെയ്യും. ഞാൻ കണ്ട മറ്റൊരു സവിശേഷത, ഇപ്പം നമ്മൾ ID കാർഡൊക്കെ ഇതിനകത്ത് സ്കാൻ ചെയ്ത് പ്രിന്റ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി എടുക്കുകയാണെങ്കിൽ, സാധാരണ നമ്മൾ ID കാർഡൊക്കെ ഫോട്ടോ കോപ്പി എടുക്കുമ്പോൾ എങ്ങനെ ചെയ്യുന്നത്? ആദ്യം ID കാർഡിന്റെ ഒരു വശം വെച്ചിട്ട് പ്രിന്റ് എടുക്കും അല്ലേ, എന്നിട്ട് മറുവശം വെച്ചിട്ട് അടുത്ത ആ പ്രിന്റ് വന്ന പേപ്പർ തിരിച്ചു വെച്ച് അതിനകത്ത് പ്രിന്റ് എടുക്കും. ഇതാണ് സാധാരണ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ അതിന്റെ ആവശ്യമില്ല. നമ്മൾ ID കാർഡ് ആദ്യം ഒരു സൈഡ് വെച്ചിട്ട് സ്കാൻ ചെയ്യും, എന്നിട്ട് രണ്ടാമത്തെ സൈഡ് വെച്ച് സ്കാൻ ചെയ്യും, എന്നിട്ട് ഓട്ടോമാറ്റിക് പ്രിന്റ് വരും. ആ പേപ്പറിന്റെ രണ്ട് സൈഡിലായിട്ട് പ്രിന്റ് വരും. അപ്പോൾ പ്രിന്റിങ് ഒറ്റ ടൈം നടന്നാൽ മതി. മറ്റടുത്ത് 2 പ്രാവശ്യം നമ്മൾ പേപ്പർ തിരിച്ചു വെക്കണം, 2 പ്രാവശ്യം പ്രിന്റ് ചെയ്യണം, ഇതൊന്നും വേണ്ട. 2 സൈഡുള്ള ഒരു ID കാർഡ് പ്രിന്റ് ചെയ്യണമെങ്കിൽ ആ 2 സൈഡ് 2 വട്ടം സ്കാൻ ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രിന്റിങ് ഒറ്റ ടൈമിൽ 2 സൈഡും പ്രിന്റ് ചെയ്ത് വരും. ഇതെല്ലാം നമ്മൾ ചെയ്യല, ഓട്ടോമാറ്റിക് അതിനകത്ത് നടക്കുകയാണ്. അതായത് ആ ഒരു ID കാർഡിന്റെ ഒരു സൈഡ് സ്കാൻ ചെയ്തിട്ട് അത് അതിന്റെ ക്ലിപ്പ് ബോർഡിൽ അത് അല്ലെങ്കിൽ അതിന്റെ മെമ്മറിയിൽ സൂക്ഷിച്ച് വെച്ചിട്ട് രണ്ടാമത്തെ സൈഡ് സ്കാൻ ചെയ്ത് രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് പ്രിന്റ് തരികയാണ്. അപ്പോൾ നമ്മുടെ ജോലി അല്ലേ വളരെ ഈസി ആക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ എന്ന് വേണം പറയാം. അതുപോലെ പ്രിന്റർ ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം, ഈ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരുപാട് തലവേദന സൃഷ്ടിക്കുന്ന പല പ്രിന്ററുകളും ഉണ്ട്. അതായത് ഒന്നുകിൽ പേപ്പർ കയറി ചുരുങ്ങി അകത്ത് കയറി ജാം ആവും, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രിന്റ് വരത്തില്ല, ഒരുപാട് ടൈം എടുക്കും. ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും നമുക്ക് തരും. കാരണം ഞാൻ വേറെ ഉപയോഗിച്ചിട്ടുള്ള പ്രിന്ററുകളിലൊക്കെ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രിന്ററിന്റെ കേസിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇങ്ക് ബ്ലീഡിംഗ് ഒന്നുമില്ല. അതായത് ചില പ്രിന്ററിൽ നമ്മൾ പ്രിന്റ് എടുക്കുമ്പോൾ ഇപ്പം ബ്ലൂ കളറിന്റെ ഒരു ലൈൻ വരികയാണെങ്കിൽ അവിടെ മൊത്തം ബ്ലൂ കളർ പടർന്നു പോകുന്ന രീതിയൊക്കെ ഉണ്ട്. അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ പ്രിന്റ് എടുത്ത് ഉടനെ തന്നെ അതിനെ തൊട്ട് നോക്കി കഴിഞ്ഞാൽ അവിടെ പടരുകയോ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. ഇങ്ക് ബ്ലീഡിംഗ് ഇഷ്യൂസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഈ ഒരു പ്രിന്ററിൽ ഇല്ല. HP-യുടെ കമ്പാനിയൻ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ പ്രിന്റിംഗ് ഒക്കെ വളരെ ഈസിയാണ്. ഭയങ്കര ടാസ്ക് ഒന്നുമല്ല. പ്രിന്റിങ്ങും സ്കാനിങ്ങും അതുപോലെ കോപ്പിങ്ങും ഒക്കെ വളരെ ഈസിയാണ്. അതുപോലെ എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു ഭാഗത്തായിട്ട് ഈ പ്രിന്ററിന് ടച്ച് സ്ക്രീനാണ്. നമുക്ക് നമ്മുടെ ഓപ്പറേഷൻസ് എല്ലാം ഇതുപോലെ ടച്ചിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു പ്രിന്റർ നമുക്കൊരു സ്മോൾ ബിസിനസ് ആവശ്യങ്ങൾക്ക്, ഒരു ചെറുകിട ബിസിനസ് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഒരു പ്രിന്റർ ഉപയോഗിക്കാം. നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രിന്റിങ്, അതുപോലെ ഫോട്ടോ കോപ്പിങ്, അതുപോലെ സ്കാനിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്കൊരു ചെറിയ ബിസിനസ് സെന്റർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ വേണമെങ്കിൽ ഈ ഒരു പ്രിന്റർ ഉപയോഗിക്കാം. അതുപോലെ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. പഠിക്കുന്ന കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്കുള്ള പ്രോജക്റ്റ് ചെയ്യുന്നുള്ള പ്രിന്റിങ് അത് ഇത് അങ്ങനെയുള്ള കാര്യത്തിൽ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ ഓഫീസ് പർപ്പസിന് ഉപയോഗിക്കാം. അങ്ങനെ നിരവധി സിനാരിയോകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ പ്രിന്ററാണ് HP. അതുപോലെ HP എന്ന് പറയുന്ന ബ്രാൻഡും നമുക്ക് ട്രസ്റ്റഡ് ആണ്. നമുക്കറിയാം അല്ലേ, പ്രിന്ററുകൾ ഇറക്കുന്ന ബ്രാൻഡുകളുടെ കൂട്ടത്തിലെ വൺ ഓഫ് ദ ടോപ്പ് ബ്രാൻഡ് തന്നെയാണ് HP. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ കണ്ണടച്ച് വാങ്ങാവുന്ന ഒരു പ്രോഡക്റ്റുമാണ് HP-യുടെ ഈ ഒരു ലേസർ ജെറ്റ് പ്രോ MFP 3303 SDW എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ മോഡൽ. അപ്പോൾ ഇതൊരു കളർ ലേസർ ജെറ്റ് പ്രിന്ററാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കളർ പ്രിന്റർ വേണ്ട, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റർ മതിയെങ്കിൽ മോണോക്രോം ലേസർ ജെറ്റ് പ്രിന്ററും HP ഇറക്കുന്നുണ്ട്. അതിന്റെ മോഡൽ നെയിം എന്ന് പറയുന്നത് ലേസർ ജെറ്റ് ടാങ്ക് 2606 SDW എന്ന പ്രിന്ററാണ്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതായത് മോണോക്രോം മാത്രമാണ് പ്രിന്റ് ചെയ്യാൻ സാധിക്കുക, കളർ സാധിക്കില്ല. അപ്പോൾ ഇതിനകത്ത് കളറും ഈ പറഞ്ഞ മോണോക്രോമും നമുക്ക് പ്രിന്റ് ചെയ്യാമെന്നുള്ളതും പ്രത്യേകതയാണ്. ഈ ഒരു പ്രിന്റർ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് HP-യുടെ സ്റ്റോറുകളിൽ, അതുപോലെ ഓൺലൈൻ ആയിട്ട്, അതുപോലെ HP-യുടെ ഓൺലൈൻ സ്റ്റോറുകളിലൊക്കെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാം. ഇതിന്റെ വില എന്ന് പറയുന്നത് 61,181 രൂപയാണ്. അപ്പോൾ ആ പ്രൈസിൽ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ബിസിനസ്, ഒരു സ്മോൾ ബിസിനസ് പർപ്പസിനൊക്കെ എന്തായാലും ഈ ഒരു പ്രിന്റർ ഭയങ്കര യൂസ് ആവും. അപ്പോൾ ആ ഒരു പ്രൈസ് പോയിന്റിൽ ഒന്നും ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതിൽ നിന്നും വില കുറവിൽ വേണമെങ്കിൽ നമുക്ക് പ്രിന്ററുകൾ വാങ്ങാൻ സാധിക്കും. പക്ഷേ ഈ പ്രൈസിൽ ഈ പ്രിന്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രിന്റിംഗ് രംഗത്തെയും സ്കാനിങ് രംഗത്തെയും അതുപോലെ കോപ്പിംഗ് രംഗത്തെയും തലവേദനകൾ പരമാവധി കുറച്ചുകൊണ്ട് ഹാസിൽ ഫ്രീ ഓപ്പറേഷൻ നൽകുന്ന പ്രിന്റർ, അതുപോലെ ഹൈ ക്വാളിറ്റി പ്രിന്റിംഗ് ഒക്കെ സാധ്യമാക്കുന്ന പ്രിന്ററാണ് HP-യുടെ ലേസർ ജെറ്റ് പ്രോ MFP 3303 SDW.